നമുക്കിന്ന് മട്ടൻ വറുത്തരച്ച് ഫ്രൈ ആക്കിയാലോ? അതിനായിട്ട് 1/2 കിലോ മട്ടനാണ് മേടിച്ചിരിക്കുന്നത്. അതും എല്ലൊന്നുമില്ലാതെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, നല്ലോണം ഉപ്പും നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. പകുതി മുറി നാളികേരത്തിൻ്റെ വറുത്തെടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം അരച്ചാൽ മതി. നമ്മൾ വേറൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പെരിഞ്ചീരകം ഇട്ട് നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ ചെറിയുള്ളി, ഒരു വലിയ ചെറിയുള്ളി ആണെങ്കിൽ ഒരു 10-15 എണ്ണം. ചെറിയുള്ളിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്ര സാധനമാണ് ഞാൻ ചേർത്തത്. കരിവേപ്പില 2 തണ്ട്. കരിവേപ്പിലയും ചെറിയുള്ളിയും എത്ര കൂടുന്നോ അത്രയും സ്വാദും കൂടും. പക്ഷേ നമ്മൾ മേടിച്ചിരിക്കുന്ന സാധനത്തിനനുസരിച്ചിട്ടുള്ളതേ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മധുരം ഉണ്ടാവും. അത് വേണ്ട. നമ്മൾ മേടിച്ചിരിക്കുന്ന ആ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചിട്ട് ചെറിയുള്ളി, കരിവേപ്പില എടുത്താൽ മതി. അപ്പോൾ പുരട്ടി വെച്ചിരിക്കുന്ന മട്ടൻ നമ്മൾ വഴറ്റിയ ആ ഉള്ളിയുടെ മിക്സിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച നാളികേരം അരച്ച് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കണ്ട കേട്ടോ, കാര്യം എരിവ് വേണമല്ലോ. അതുകൊണ്ട് വറുത്തരച്ച നാളികേരവും കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു കൂടിയൊന്നും 1/2 മണിക്കൂർ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ സ്വാദ് വരുള്ളൂ. പിന്നെ അതുപോലെ എല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് പിടിക്കുകയും കൂടി വേണം. അപ്പോൾ ചെറിയ തീയിലിട്ട് നല്ലോണം വേവിച്ചാലാണത് ആ വെള്ളമൊക്കെ അതിലേക്ക് വലിഞ്ഞ് ഇതേ പരുവത്തിലായി കിട്ടുള്ളൂ. അപ്പം എല്ലാം നല്ലോണം മിക്സായി കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലേ, അതേപോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ മട്ടൻ വറുത്തരച്ച് ഫ്രൈ ചെയ്യണത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. സൂപ്പറാണേ.